എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മുടെ ഹീറോയിനെ കാണിച്ചുകൊണ്ടാണ്. അവനാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ അച്ഛനടുത്ത് സംസാരിച്ച് എല്ലാ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ക്ലിയർ ആക്കിയിട്ടുണ്ടല്ലോ. അവനും തന്നെ ഇപ്പോഴാണ് സമാധാനമായത്. അവൻ്റെ അച്ഛനടുത്ത് പറയും, ഞാൻ എൻ്റെ ഒരു സെൽഫിഷ്നെസ്സിൻ്റെ പേരിലാണ് അച്ഛനെ കളഞ്ഞിട്ട് പോയത്, എന്നോട് ക്ഷമിക്കണമെന്ന്. അവൻ്റെ അച്ഛൻ അവിടെ പറയും, എനിക്കെല്ലാം നന്നായിട്ടറിയാം, നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛനും അവനെ സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ നായികേനെയാണ്. അവരാണെങ്കിൽ ഇപ്പം നമ്മുടെ ആ PT ടീച്ചറില്ലേ, അയാളെ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുമായിരുന്നു. അവരുടെ ബാഗ് കാണുന്നതും ഈ സാറാണെങ്കിൽ അവരുടെ ബാഗ് എടുത്ത് താഴെ ഇങ്ങനെ തട്ടിയിട്ട് പോകും. എന്നിട്ട് ചോദിക്കും, നീ ഇത്തവണ എന്തുമായിട്ടാണ് വന്നേക്കുന്നത് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന്. ഉടനെ തന്നെ നമ്മുടെ നായിക പറയും, ഞാൻ നിനക്ക് ഒരിക്കലും പൈസ തരാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ മോനെ വേറെ ഏതൊരു സ്കൂളിലാക്കും, അവൻ്റെ കയ്യിൽ ടാലൻ്റ് ഉള്ള സ്ഥിതിക്ക് ഉറപ്പായിട്ടും അവൻ നല്ല നിലയിലെത്തും. ഉടനെ തന്നെ ആ ടീച്ചർ പറയാൻ തുടങ്ങും, ഞാൻ നിൻ്റെ മോൻ്റെ പേരിൽ ഒരു ബ്ലാക്ക് മാർക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ മോനെ ഒരു സ്കൂളിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇത് കേൾക്കുന്നേ നമ്മുടെ നായിക പറയും, നമുക്ക് കാണാം, നീ ബാക്കിയുള്ള പേരൻസിനെയും ഇതേപോലെ ആണോ പറ്റിക്കുന്നത്? അപ്പോൾ അവൻ പറയും, പിന്നെ ഇല്ലാതെ ഞാൻ അവരെ എല്ലാവരെയും പറ്റിച്ച് നല്ല പണക്കാരനാവും എന്നൊക്കെ നമ്മുടെ ഈ ടീച്ചർ ഇങ്ങനെ ഓപ്പണായിട്ട് പറയും. ഇവിടെ നമ്മുടെ നായിക ഒരു പ്ലാനുമായിട്ടാണ് വന്നിരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൗണ്ടിലായിട്ട് എല്ലാ പേരൻസും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഇത് അറിയുന്നതും പെട്ടെന്ന് തന്നെ എല്ലാവരും വന്ന് ഈ സാറിന് വട്ടം വളയും. എല്ലാവർക്കും മനസ്സിലാവും ഈ സാറാണെങ്കിൽ ഒരു ഫ്രോഡാണ് എന്ന്. ഇവിടെ നമ്മളുടെ നായികയ്ക്ക് കുംഫൊക്കെ അറിയാമെന്നാ തോന്നുന്നത്. അവൾ വേഗം തന്നെ അവനെ കറക്കി എടുത്തടിക്കും. അങ്ങനെ അവസാനം ഇവനെ പോലീസൊക്കെ പിടിച്ചിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ നായിക ഇങ്ങനെ നടന്നു വരാൻ നേരത്ത് അവിടെയായിട്ട് നമ്മളുടെ ഹീറോയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ കാണുന്നതാണ്. അയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് തന്നെ. ഇയാളെ കാണുന്നത് നമ്മളുടെ നായിക ചോദിക്കും, അദ്ദേഹം ഇപ്പം എന്തെടുക്കുക, അദ്ദേഹത്തിന് സുഖമല്ലേ, ബൂസല്ല അയാൾ നല്ലതുപോലെ അല്ലേ ജീവിക്കുന്നേ എന്നൊക്കെ ചോദിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഫ്രണ്ട് പറയാൻ തുടങ്ങും, നിങ്ങൾ എന്തുവായി പറയുന്നത്, അവനെ ആ ജോലിയിൽ നിന്ന് എടുത്ത് കളഞ്ഞു, അവനിപ്പോൾ റിസൈൻ ചെയ്ത് നിൽക്കുവാണ്. അവിടുത്തെ മാനേജർ ആണെങ്കിൽ നിങ്ങളെപ്പറ്റി മോശം പറഞ്ഞതിൻ്റെ പേരില്ല അവൻ അയാളെ എടുത്തിട്ട് അടിച്ചിട്ട് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങിയത്. ഇത് കേൾക്കുന്നത് നമ്മളുടെ നായികയ്ക്ക് ഭയങ്കര സങ്കടവും. അവളിത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അവൾ വിചാരിക്കും, എന്നാലും അവൻ ഇങ്ങനെയൊക്കെ എനിക്ക് വേണ്ടിയിട്ടാണോ ചെയ്തത് എന്ന്. അവിടെ ആ ഫ്രണ്ട് പറഞ്ഞിട്ട് മനസ്സിലാവും നമ്മുടെ ഹീറോ എന്തുമാത്രം കഷ്ടപ്പാട് അവൻ്റെ ജോലിയിൽ അനുഭവിച്ചിട്ടുണ്ട് എന്ന്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഹീറോയിന് ഒട്ടും സഹിക്കാൻ വയ്യായിരുന്നു. അങ്ങനെ അവൾ ഭയങ്കര വിഷമിച്ച് കുടിച്ചിങ്ങനെ നടന്നു വരും. അവളിപ്പോൾ അവനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പോരാത്തതിന് അവളിപ്പോൾ വിചാരിക്കും, എന്നാലും എനിക്ക് വേണ്ടിയിട്ട് അവൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ അവന് ഒരു വിലയും കൊടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ അവൾ കുടിച്ചിട്ട് ബോധമില്ലാണ്ട് ഇങ്ങനെ നടന്നു വരുന്നത് അത് നമ്മുടെ ഹീറോ നിന്നിട്ട് കാണും. അവനിങ്ങനെ അവളെ നോക്കിക്കൊണ്ടിരിക്കും. അവന് മനസ്സിലാവത്തേ ഇല്ല ഇവക്ക് ഇത്രയ്ക്ക് സങ്കടം എന്തുവാന്ന്. അതിന് വേണ്ടിയിട്ടല്ലേ അവൾ ഇത്രയും കുടിച്ചിട്ട് ഇങ്ങനെ നടന്നു വരുന്നത്. അങ്ങനെ നമ്മുടെ നായികയാണെങ്കിൽ നടന്ന് അവരുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ ഉള്ള ഒരു സ്റ്റെയറിൻ്റെ അടുത്ത് വന്നെങ്കിൽ ഇരിക്കും. അവളിങ്ങനെ വിചാരിക്കും, ഞാൻ അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന്. അതേസമയം തന്നെ നമ്മളുടെ ഹീറോ അവിടോട്ട് വരും. ഇവനെ കാണുന്നേ നമ്മളുടെ നായികയാണെങ്കിൽ ഇവനെ കണ്ടിട്ട് ചോദിക്കും, ഇത്രയും കാലം നീ എവിടെ പോയേക്കുമായിരുന്നു? യഥാർത്ഥത്തിൽ അവൾക്കിപ്പോൾ ബോധമില്ലല്ലോ. അവൾ നോക്കുമ്പോൾ എന്തോ 18 വയസ്സുള്ള നായകനാണ് വന്നിരിക്കുന്നത്. അവൾ പറയും, എങ്കിലും ഞാൻ നിന്നെ എന്തുമാത്രം മിസ് ചെയ്തെന്നറിയാവോ എന്ന്. ഇവിടെ നമ്മളുടെ നായകനെ മറന്നുപോകും അവനിപ്പോൾ 18കാരനാ എന്നുള്ള കാര്യം. അവൻ പറയും, എനിക്കറിയാം, ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്നും പറഞ്ഞിട്ട് അവൻ അവൾക്ക് ഒരു കിസ് അങ്ങ് കൊടുക്കും. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ്. അവിടെ നമ്മളുടെ നായികയാണെങ്കിൽ എണീക്കാൻ നേരത്തെ എന്തുവാ അവൾക്കാണെങ്കിൽ ഭയങ്കര വിയേർഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവൾ വിചാരിക്കും, എന്നാലും ഞാൻ ഇത്രയും മോശമായിട്ടുള്ളൊരു സ്വപ്നം കണ്ടോ, എന്നെക്കാട്ടി എത്ര വയസ്സിന് ഇളയതായിട്ടുള്ള ചെറുക്കനാവാൻ അവനെ ഉമ്മ വയ്ക്കുന്നത് പോലെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് മോശമാണ് എന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കും. അവൾക്കാണെങ്കിൽ ഒന്നും തന്നെ ഓർമ്മയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവള് ബസ്സിലായിട്ട് കയറുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ ഹീറോയും വരും. അവൻ വന്നിട്ട് നമ്മുടെ ഈ നായികയെടുത്ത് സംസാരിക്കാൻ നേരത്ത് ഇവക്ക് ഭയങ്കര ഓക്വേർഡ് ഫീൽ ചെയ്യും. അവൾ വിചാരിക്കും, എന്നാലും ഈ കൊച്ചു ഇറക്കനെ ഉമ്മ വയ്ക്കുന്ന പോലെ ഞാൻ സ്വപ്നം കണ്ടല്ലോ, എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മളുടെ ഹീറോ വിചാരിക്കുന്ന എന്തുവാണെന്നറിയാവോ, എന്തായിരുന്നാലും ഇന്നലെ അവൾ ഇത്രയും കുടിച്ചതുകൊണ്ട് ഒന്നും തന്നെ ഓർമ്മ കാണത്തില്ല എന്ന്. ഇവിടെ നമ്മളുടെ ഹീറോ ആണെങ്കിൽ ഒരു ജ്യൂസ് കുടിക്കുന്നേ ഇവള് നമ്മളുടെ ഹീറോയുടെ ചുണ്ടിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അവൾ വിചാരിക്കും, എന്നാലും ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല, ഞാനൊട്ട് ശരിയല്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടി അങ്ങ് പോവും. ഇവളെ എപ്പോഴും നമ്മളുടെ നായകനെ കണ്ടാലും ഇപ്പം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. ഇത് കാണുന്നേ നമ്മളുടെ നായകനൊന്നും മനസ്സിലാവത്തില്ല. അവൻ വിചാരിക്കും, എന്നാലും ഇവൾ എന്താണ് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ആ കൂട്ടുകാരനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എനിക്ക് ആ ടീച്ചറിനെ എങ്ങനെയെങ്കിലും വളച്ചേ പറ്റത്തുള്ളൂ, എൻ്റെ ലവ് ലൈഫ് എന്താ ഇങ്ങനെ ആയി പോയത് എന്ന്. അപ്പോൾ ആ ഫ്രണ്ടാണെങ്കിൽ അവന് സജസ്റ്റ് ചെയ്യും, നീ ഒരു കാര്യം ചെയ്യും, നീ പുതിയൊരു ഗെയിം ലോഞ്ച് ചെയ്യും. ആ ഗെയിം ലോഞ്ച് ചെയ്യാനെടുത്ത് അതിനകത്ത് ആ ടീച്ചറിനെ ഇൻവൈറ്റ് ചെയ്യും. എന്നിട്ട് എല്ലാവരെയും മുന്നിൽ വെച്ച് പ്രപ്പോസ് ചെയ്യും. അപ്പോൾ പിന്നെ അവർ ഉറപ്പായിട്ടും നിൻ്റെ ലവ് അക്സെപ്റ്റ് ചെയ്ത് തരും. അതാണ് ശാസ്ത്രം. ഇത് കേൾക്കുന്നേ ആ ഫ്രണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും. അങ്ങനെ അയാളാണെങ്കിൽ ഒരു ഗെയിം ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സെറ്റപ്പും ചെയ്തിട്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യും. അതായത് നമ്മുടെ ആ പ്രിൻസിപ്പളിനെയും അതേപോലെ തന്നെ നായികനെയും ഫ്രണ്ടിനെയും. ഇവിടെ ആ ഗെയിമിൻ്റെ ഇത് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതിന് നമ്മുടെ ആ സ്പോർട്സ് താരമില്ലേ അയാളാണ്. അവിടെയായിട്ട്
നമ്മുടെ നായികയും വരും നായകനും വരും. ഇവനെ കാണുന്ന നമ്മുടെ നായിക വീണ്ടും അവൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോവും. ഇത് കാണുന്ന അവൻ വിചാരിക്കും ഇവൾ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ എസ്കേപ്പ് ആവാനുള്ള റീസൺ എന്തുമായിരിക്കും, ഇനി ഒരു പക്ഷേ അവക്കെല്ലാം ഓർമ്മ വന്ന് കാണുമോ ഞാൻ അവളെ ഉമ്മ വെച്ച കാര്യം, അങ്ങനെയൊക്കെ അവൻ ചിന്തിക്കും. അതേസമയം തന്നെ അവൻ ഇവളുടെ പുറകെ പോകാനായിട്ട് വരുന്നേ അവിടെയായിട്ട് നമ്മളുടെ നായകൻ്റെ മോളില്ലേ അവൾ വന്നിട്ട് ഇവൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് പറയും എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്, നീ എന്നെ ഏത് രീതിയിലാണ് കാണുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ നായകൻ ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായി പോവും. അവൻ വിചാരിക്കും ദൈവമേ എൻ്റെ മോൾ എൻ്റെ അടുത്ത് എന്താ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നേ എന്ന്. ഉടനെ തന്നെ അവൻ പറയും എനിക്ക് നീ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. സത്യത്തിൽ നമ്മളുടെ ഈ പെങ്കൊച്ചിൻ്റെ അടുത്താണെങ്കിലേ അവളുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കൊടുത്തത് എപ്പോഴും നിന്നെ അവൻ ഇങ്ങനെ സഹായിക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് അവന് നിൻ്റെ അടുത്ത് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാ. അതിൻ്റെ പേരിൽ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മോളിപ്പോൾ വന്നേക്കുന്നത്. അവളാണെങ്കിൽ പറയും എന്നാലും നീ എന്തിനാ എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്. ഉടനെ തന്നെ നമ്മുടെ നായകൻ പറയും അത് നീ എനിക്ക് നല്ല സ്പെഷ്യൽ ആയതുകൊണ്ടാണ്, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ആ പെങ്കൊച്ചിന് ഭയങ്കര സന്തോഷമാവും. അങ്ങനെ ഇവളാണെങ്കിൽ അവിടെ നിന്ന് ഓടി അങ്ങ് പോവും. ഇവിടെ നമ്മളുടെ നായകന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു, അവൾ അവനെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണാൻ റെഡി ആയേല്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഈ പെങ്കൊച്ചാണെങ്കിൽ ഓടി വന്നിട്ട് ആ സ്പോർട്സ് താരമില്ലേ അവൻ്റെ അടുത്ത് നിന്ന് സിഗ്നേച്ചർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരുന്നേ. ഇത് കാണുന്ന നമ്മുടെ നായകന് ഭയങ്കര ജലസാവും. അവൻ വിചാരിക്കും എന്നാലും എൻ്റെ മോൾ എന്തിനാ അവൻ്റെ അടുത്ത് നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ വേണ്ടി പുറകെ നടക്കുന്നേ എന്ന്. ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ നമ്മുടെ ഹീറോയിൻ അത് കാണും. അവളപ്പോൾ വിചാരിക്കും ഓഹോ അപ്പോൾ ഇവൻ എൻ്റെ മോളെയാണ് ഇഷ്ടം, ചുമ്മാ അല്ല അവൻ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതെന്ന് പറയട്ടെ. നായിക വേഗം തന്നെ നമ്മുടെ നായകൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരും. നമ്മുടെ നായികയാണെങ്കിൽ അവിടെ പറയും ഞാൻ നിൻ്റെ അടുത്ത് 2 ദിവസമായിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് കൂടിയില്ലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിന്നെ കാണുമല്ലോ എൻ്റെ ഹസ്ബൻഡിനെ ഓർമ്മ വരുന്നത്, അതിൻ്റെ പേരിലാണ് ഞാൻ നിന്നെ മിക്കപ്പോഴും അവോയ്ഡ് ചെയ്യുന്നത് എന്നൊക്കെ അവർ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹീറോ ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കാവും. അതേസമയം തന്നെ നമ്മുടെ ആ ഫ്രണ്ടിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാൻ നിൽക്കുമായിരുന്നു, അതായത് ആ ടീച്ചറിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഈ ഫ്രണ്ടാണെങ്കിൽ നല്ലതുപോലെ പാട്ടൊക്കെ പാടും. പെട്ടെന്ന് തന്നെ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളെല്ലാം എന്തോ ചെയ്യുമെന്നറിയാവോ, നമ്മുടെ ഹീറോയിൻ്റെ ആ ഫ്രണ്ടില്ലേ ആ പെണ്ണിനെ വേഗം തന്നെ സ്റ്റേജിലോട്ട് കയറ്റി അങ്ങ് വിടും. ഇവനാണെങ്കിൽ പ്രപ്പോസ് ചെയ്യുന്ന കണക്ക് റിംഗ് ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നതും ഫ്രണ്ടിൽ നിൽക്കുന്നത് ആ ഫ്രണ്ടാണ്. ഇത് കാണുന്നേ നമ്മുടെ ആ ചെറുക്കൻ ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായിപ്പോ. അവൻ നോക്കുമ്പോൾ എന്തുവാ നമ്മുടെ പ്രിൻസിപ്പൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രിൻസിപ്പളിനാണെങ്കിൽ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ. അവരിത് കാണുന്നേ ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായി പോവും. വേഗം തന്നെ നമ്മുടെ ഈ കൂട്ടുകാരൻ ചോദിക്കും എടി നീ എന്തോത്തിനെ ഇവിടെ കയറി നിൽക്കുന്നേ എന്ന്. അവർക്കും മനസ്സിലാവത്തില്ല അവരവിടെ എന്തെടുക്കുക എന്ന്. വേഗം തന്നെ നമ്മുടെ ഈ പ്രിൻസിപ്പൾ ആണെങ്കിൽ അവിടെ നിന്ന് ഓടി അങ്ങ് പോകും. ഉടനെ തന്നെ നമ്മളുടെ ഈ കൂട്ടുകാരനുണ്ടല്ലോ അവനും ഈ ടീച്ചറിന്റെ പുറകെയായിട്ട് ഓടിപ്പോവും. അതേസമയം തന്നെ നമ്മളുടെ ഹീറോയിനെയും കാണിക്കും. അവിടെയാണെങ്കിൽ നായിക ഹീറോ എടുത്ത് പറയും ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ അവൻ ചോദിക്കും നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോൾ എവിടെയാ, നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾ എന്തോ ചെയ്യും. ഉടനെ തന്നെ നമ്മുടെ നായിക പറയും ഞാൻ അവനെ കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചിട്ട് ഐ മിസ് യു എന്ന് പറയും. ഇത് കേൾക്കുന്നത് നമ്മളുടെ ഹീറോയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അവൻ വേഗം തന്നെ നമ്മുടെ നായികേനെ അങ്ങ് കിസ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഇവൻ ഈ കിസ് ചെയ്യുന്നത് താഴെ നിന്നിട്ട് നമ്മളുടെ ആ ടീച്ചറും ഹീറോയുടെ ഫ്രണ്ടും ഒക്കെ കാണും. ഇവരിത് കാണുന്നതിന് ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. ടീച്ചറാണെങ്കിൽ വിചാരിക്കും എന്നാലും നിങ്ങളുടെ മോൻ ഇത്രയ്ക്ക് ചീപ്പായിരുന്നു എന്ന്. ഇവിടെ നമ്മളുടെ ഹീറോ ഉണ്ടല്ലോ കിസ് ചെയ്തത് കണ്ടിട്ട് ഹീറോയിനും ഭയങ്കരമായിട്ട് അങ്ങ് ടെൻഷനാവും. അവർ വേഗം തന്നെ ഇവനെ തള്ളി മാറ്റിയിട്ട് അവൻ്റെ ചെവുക്കുറ്റി നോക്കി ഒരു അടിയും കൊടുത്തിട്ട് അവിടെ നിന്ന് ഓടി അങ്ങ് പോകും. സത്യം പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഹീറോയുടെ ഫ്രണ്ടില്ലേ അവൻ വിചാരിക്കും ഈ നാശം പിടിച്ചവനെ കാരണം എൻ്റെ ലൈഫും കുളവായെന്നാ തോന്നുന്നേന്ന്. അവനിവിടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ നായിക അവിടെ നിന്ന് ഇറങ്ങി പോകുന്നയാ. അവളുടെ പുറകെയായിട്ട് നമ്മുടെ നായകനും വരും. അവൻ ഇവളുടെ പുറകെ തന്നെ ഫോളോ ചെയ്ത് വരും. എന്നാൽ നമ്മളുടെ ഹീറോയിൻ ആണെങ്കിൽ അവിടെ എങ്ങും നിൽക്കാണ്ട് പെട്ടെന്ന് നടന്നു പോവുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതാണെങ്കിൽ നമ്മുടെ ആ സ്പോർട്സ്മാൻ ഇല്ലേ അവൻ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അവനിത് കാണുന്നത് വേഗം തന്നെ അവിടോട്ട് കാറുമായിട്ട് വരും. നമ്മുടെ നായകനാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാനായിട്ട് ഇരിക്കുന്നേ വേഗം തന്നെ ഈ സ്പോർട്സ്മാൻ വന്നിട്ട് ഇവൻ്റെ കൈ പിടിച്ചങ്ങ് മാറ്റും. എന്നിട്ട് ചോദിക്കും നീ ഇവിടെ എന്തെടുക്കുക, നീ കൊച്ചിറക്കനല്ലേ, നിനക്കല്ലേലും ഇവളുടെ പുറകിൽ ഒരു കണ്ണുണ്ടെന്ന് എനിക്ക് ആദ്യം തൊട്ടേ അറിയായിരുന്നു, നീ എന്തിനാ ഇവളുടെ പുറകെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനൊരുമാതിരി സംസാരിക്കും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ഹീറോയ്ക്ക് അങ്ങ് ഒരുമാതിരിയാവും. ഉടനെ തന്നെ ഈ സ്പോർട്സ്മാൻ പറയും നീ എന്തിനാ എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ പുറകെ നടക്കുന്നേന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹീറോ ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായി പോയായിരുന്നു. വേഗം തന്നെ ഈ സ്പോർട്സ്മാൻ ആണെങ്കിൽ നമ്മുടെ നായികേനെയും വിളിച്ചുകൊണ്ട് കാറിലായിട്ടങ്ങ് പോവും. അങ്ങനെ അവർ രണ്ടുപേരും കാറിൽ ട്രാവൽ ചെയ്ത് പോകുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ നായിക പറയും എന്നെ ഇവിടെ ഇറക്കി വിട്ടാരെ ഞാൻ ഇവിടുന്ന് നടന്ന് പൊക്കോളാം എന്ന്.
അവിടെയായിട്ട് നമ്മളുടെ ഈ സ്പോർട്സ്മാൻ പറഞ്ഞത് ഞാൻ ഇവളുടെ ബോയ് ഫ്രണ്ട് ആണ് എന്നല്ലേ. ഉടനെ തന്നെ നമ്മളുടെ നായിക പറയും നിങ്ങൾ എന്തിനാ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്ന്. ഉടനെ തന്നെ ആ സ്പോർട്സ്മാൻ പറയും ഞാനിവിടെ കള്ളം പറഞ്ഞതല്ല, യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പറഞ്ഞു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ നായിക ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. അവർ വിചാരിക്കും ഇവിടെ എന്തൊക്കെയായി നടക്കുന്നേ എന്ന്. അടുത്ത ദിവസം നമ്മളുടെ ഹീറോയിൻ ആണെങ്കിൽ ജോലിക്കൊക്കെ വന്ന് അതൊക്കെ കംപ്ലീറ്റ് ആക്കി തിരിച്ച് വീട്ടിൽ പോകാൻ നേരത്ത് അവിടെയായിട്ട് നമ്മുടെ ഈ സ്പോർട്സ്മാൻ വന്ന് നിൽക്കുമായിരുന്നു. അയാളാണെങ്കിൽ വന്ന് എന്നിട്ട് നമ്മളുടെ ഈ നായിക എടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഒരു റിങ്ങും കൈ കൊടുത്തിട്ട് പറയും എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ നായിക ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. അവരോട് പറയും എനിക്ക് അങ്ങനെയുള്ള യാതൊരു ഇൻറ്റൻഷനും ഇല്ല, ഞാൻ നിങ്ങളെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കണ്ടേക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ നായിക അവിടെ ആ റിങ്ങും കൊടുത്തിട്ട് അങ്ങ് നടന്നു പോകും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ആ സ്പോർട്സ്മാൻ ഉണ്ടല്ലോ അയാൾ ഭയങ്കരമായിട്ടങ്ങ് ഷോക്കായി നല്ല വിഷമിച്ച് നിൽക്കുമായിരുന്നു. അയാൾക്കിപ്പോൾ എന്ത് പറയണമെന്ന് തന്നെ അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ നായികയ്ക്കാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കോള് വരുന്നതാണ്. അങ്ങനെ അവരാണെങ്കിൽ വേഗം തന്നെ സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോൾ എന്ത് അവിടെയായിട്ട് അവരുടെ മോള് നിൽക്കുവാണ്. അവിടുത്തെ മാനേജർ പറയും നിങ്ങളുടെ മോളാണെങ്കിൽ ഇവിടുത്തെ ക്യാഷ് അടിച്ച് മാറ്റിയെന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ നായിക ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോവും. സത്യം പറഞ്ഞാൽ അവൾ ഇപ്പോഴാണ് അറിയുന്നത് അവളുടെ മോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് തന്നെ. അതേപോലെ തന്നെ അവർ പറയും എൻ്റെ മോൾ ഒരിക്കലും കാശൊന്നും അടിച്ച് മാറ്റത്തില്ല, നിങ്ങൾ നിങ്ങളുടെ CCTV ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് എല്ലാം പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ മോളെയും വിളിച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങും. അവിടോട്ട് വന്ന് നിന്നിട്ട് നമ്മുടെ നായികയാണെങ്കിൽ മോളെടുത്ത് ചോദിക്കും നീ എന്തിനാ ഇങ്ങനെ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യുന്നത്, നിനക്ക് അതിൻ്റെ എന്ത് ആവശ്യമുള്ളത്, നിന്നെ ഞങ്ങൾ നല്ലതുപോലല്ലേ വളർത്തുന്നത്. ഉടനെ തന്നെ നമ്മുടെ മോള് പറയാനായിട്ട് തുടങ്ങും എനിക്ക് യഥാർത്ഥത്തിൽ നല്ലതുപോലെ പഠിക്കണമെന്ന് തന്നെ ആഗ്രഹം, എന്നെ എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാനാണ് ആഗ്രഹം, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ക്യാഷ് സേവ് ചെയ്ത് വെക്കുന്നത് എന്ന്. ഉടനെ തന്നെ നമ്മുടെ നായിക അവളെ നല്ലതുപോലെ വഴക്ക് പറയും നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പം നമ്മുടെ മോളാണെങ്കിൽ ചോദിക്കും എനിക്ക് നന്നായിട്ടറിയാം ഞങ്ങൾ അമ്മയുടെ അച്ഛൻ്റെ ലൈഫിൽ വന്നതിന് ശേഷമല്ലേ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം ഇങ്ങനെ ആയത്, ഞങ്ങൾ ലൈഫിൽ വന്നില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിച്ചാണ്, നിങ്ങൾ ഒരിക്കലും ഡിവോഴ്സും ആവത്തില്ലായിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മുടെ നായികയ്ക്ക് ഭയങ്കര സങ്കടമാവും. അവൾ ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോവും. ഇതെല്ലാം പുറകെ നിന്നിട്ട് നമ്മുടെ നായകനും കേട്ടോണ്ടിരിക്കുമായിരുന്നു. അവനും നല്ല സങ്കടമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ നായികയാണെങ്കിൽ വീട്ടിലായിട്ട് വന്നിട്ട് മോളെ പിടിച്ചെടുത്ത് സംസാരിക്കുന്നതാണ്. അവളവിടെ പറയും മോളെ നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല, നിനക്കറിയാവോ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഹാപ്പിനെസ് എന്താണെന്ന് അറിഞ്ഞത്. ഞങ്ങൾക്ക് നിങ്ങളില്ലാണ്ട് ഒരു ലോകം പോലും ഇല്ല, ഞങ്ങൾക്ക് നിങ്ങളാണ് എല്ലാം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം താങ്ക്ഫുൾ ആണെന്നറിയാവോ. നീ ഒരിക്കലും ഇങ്ങനെ പറയരുത്, നിങ്ങൾ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ലൈഫ് ഇത്രയും കഷ്ടത്തിലായത് എന്ന്. ഒരിക്കലും അങ്ങനെയല്ല, നീ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ലേ ആഗ്രഹിക്കുന്നത്, അതിനുള്ള ക്യാഷ് ഞാൻ തരാം, ഇനി നീ ജോലിക്ക് പോവേന്നും വേണ്ട, എത്രത്തോളം പണമാണ് ആവശ്യം അത് നീ പറഞ്ഞാൽ മാത്രം മതി, അതെല്ലാം ഞാൻ തന്നോളാം എന്നൊക്കെ അവളുടെ അമ്മ ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കും. ഇത് കേൾക്കുന്നേ നമ്മളുടെ മോക്ക് ഭയങ്കര സങ്കടമാവും. അവളാണെങ്കിൽ വേഗം തന്നെ അമ്മേനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര ഇമോഷണലാവും. അവൾക്ക് നല്ല സന്തോഷവും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ നായകനെ കാണിക്കും. അവനാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലല്ലായിരുന്നോ. അങ്ങനെ അവൻ്റെ പാസ്ബുക്കൊക്കെ എടുക്കും. സത്യത്തിൽ അവനാണെങ്കിൽ അവൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞിലേ തൊട്ടേ നല്ലതുപോലെ സേവിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ നായകനാണെങ്കിൽ ഈ പാസ്ബുക്കായിട്ട് നമ്മളുടെ മോളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. എന്നിട്ട് അവളുടെ കയ്യിൽ ഈ പാസ്ബുക്ക് എടുത്തങ്ങ് കൊടുക്കും. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നേ അവൾ ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോവും. അപ്പോൾ അവൾ ചോദിക്കും ഇതെന്തുവാ എന്ന്. ഉടനെ തന്നെ നമ്മുടെ നായകൻ പറയും അത് നിന്റെ അച്ഛൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ തന്നു വിട്ടതാ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാ എന്ന്. അങ്ങനെ നമ്മളുടെ മോള് ആ ബുക്ക് തുറന്നു നോക്കുമ്പോൾ എന്തുവാ ഇവർ ജനിച്ച സമയം തൊട്ട് ഓരോരോ സ്പെഷ്യൽ ഇൻസിഡൻറ്റ്സ് നടക്കുമ്പോഴും നമ്മുടെ നായകനാണെങ്കിൽ ഇവരുടെ പേരിൽ ക്യാഷ് കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു. അപ്രോക്സിമേറ്റ് അതിനകത്ത് 3 ലക്ഷത്തിൽ പുറത്ത് ക്യാഷ് എങ്ങാണ്ടുണ്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അതായത് നമ്മളുടെ പെങ്കൊച്ചാണെങ്കിൽ എപ്പോഴാണോ സംസാരിക്കാൻ തുടങ്ങിയത്, എപ്പോഴാണോ നടക്കാൻ തുടങ്ങിയത്, ഫസ്റ്റ് ബർത്ത്ഡേ എന്നായിരുന്നു, അങ്ങനെ ഓരോരോ സ്പെഷ്യൽ ഈവൻറ്റിൻ്റെ മെൻഷൻ ചെയ്തിട്ട് തന്നെ അവനതിൽ ക്യാഷ് ഇട്ടിട്ടുണ്ട്. ഇത് കാണുന്നേ നമ്മുടെ മോക്കങ്ങ് ഭയങ്കര സങ്കടമോ. അവൾ ഭയങ്കര ഇമോഷണലായിട്ട് വേഗം തന്നെ അവളുടെ അച്ഛനെ കോൾ ചെയ്യും. എന്നിട്ട് അവൾ പറയും അച്ഛാ നിങ്ങൾ എവിടെയാണ്, ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, വേഗം തന്നെ ഞങ്ങളുടെ അടുത്തോട്ട് വരണമെന്ന് പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ടും കരയും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ നായകനും ഭയങ്കര സങ്കടമോ. അവനും കരഞ്ഞിട്ട് പറയും മോളെ ഞാൻ വേഗം തന്നെ അവിടോട്ട് വരാം, നിന്നെ ഉടനെ തന്നെ കാണാൻ വരുന്നതായിരിക്കുമെന്ന്. ഇവിടെ നമ്മുടെ നായകൻ വിചാരിക്കുന്നതിന് എനിക്ക് വേഗം തന്നെ എൻ്റെ ഭാര്യ എടുത്ത് സത്യമെല്ലാം തുറന്നു പറയണം, ഞാനിവിടെ 18കാരനായതാ എന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ അവനാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ നായകനെ വിളിച്ചിട്ട് പറയും നീ ഇന്ന സ്ഥലത്തോട്ട് വരണം, ഞാനിവിടെ ഉണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ നായിക ഭയങ്കരമായിട്ടങ്ങ് ഷോക്കായിരുന്നു. അവൾ ചോദിക്കും നിങ്ങളിവിടെ ഉണ്ടോ, നിങ്ങളപ്പോൾ ബൂസാനിന്ന് വന്നോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ നമ്മുടെ നായികയും നായകനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവിടെ വരുമ്പോൾ എന്തുവാ അവിടെ നിൽക്കുന്ന നമ്മളുടെ ആ കൊച്ചു ഇറക്കനാണ്. ഇവൻ്റെ കയ്യിലായിട്ട് നമ്മുടെ നായകൻ്റെ ഫോണും ഉണ്ടല്ലോ. ഉടനെ എന്നെ നായിക ചോദിക്കും നീ ഇവിടെ എന്തെടുക്കുക, ഞാനിവിടെ എൻ്റെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഉടനെ എന്നെ അവൻ പറയും ഞാനാണ് നിൻ്റെ ഹസ്ബൻഡ്, ഞാൻ 18കാരനായതാ. ഇത് കേൾക്കുന്നേ നമ്മുടെ നായിക വിശ്വസിക്കത്തൊന്നുമില്ല.
അറിയുന്നില്ല. അവിടെ ചോദിക്കും, സത്യം പറഞ്ഞോ, എൻ്റെ ഭർത്താവിൻ്റെ ഫോൺ എങ്ങനെയാ നിന്റെ കയ്യിൽ വന്നത്? വെറുതെ കളിക്കല്ലേ, നീ തമാശയ്ക്കുവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് ദേഷിച്ചിട്ട് നമ്മുടെ ആ ഹീറോയിൻ അവിടെ നിന്ന് നടന്നങ്ങ് പോകും. ഇത് കാണുന്നേ നമ്മുടെ നായകൻ ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. ഇവനിവിടെ സത്യം പറഞ്ഞിട്ടും അവളിവിടെ മനസ്സിലാക്കിയില്ലല്ലോ. അവനും ഇപ്പം അറിയത്തില്ല അവൻ എങ്ങനെയാണ് ഇക്കാര്യം ഇനി റിവീൽ ചെയ്യുന്നേ എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സൈനിങ് ഓഫ് MDC.